ഫ്രണ്ട്സ് മുക്താറാണ്. അങ്ങനെ റിയാസ് ഖാൻ അടുത്തേക്ക് റിയാസ് ഖാൻ മേള തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷത്തിലും ഒരു മേള നടത്തും. മാക്സിമം നല്ല പ്രൈസിന് സാധനം കൊടുക്കും. ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. ആ ഒരു താറ് കണ്ടോ നിങ്ങൾ? 2014 താറ് തരാൻ പോകുന്നത് എത്ര? ലാസ്റ്റ് പോയി എത്ര? 5 ലക്ഷം. 5 ലക്ഷം ഒരു 480 കൊടുക്കാം. നമുക്ക് 480 കൊടുക്കാം. 2014 താറ് 480. ഇനി അതേപോലെ തന്നെ വോൾസാന്റെ പോളോ വരുന്നുണ്ട്. 2012 അല്ലേ പറഞ്ഞത്? അതെ അതെ. 2012 നമ്മൾ ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കുക? 230 220 ഫൈനൽ കൊടുക്കാം. 220 ഫൈനലായിട്ട് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഒരു ഇയോൺ ഇതാ 2012 മോഡൽ ഇയോൺ നമ്മൾ ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കുക? 120 കൊടുക്കാം. 120. 2012 ഇയോൺ 120. മാക്സിമം ഓഫർ തന്നെയാണ് വരുന്നത്. ഇതാ ഡസ്റ്റർ വരുന്നുണ്ട്. 2000 ഏതാ മോഡൽ പറഞ്ഞത്? 12 110. 2012 110. നമ്മൾ ലാസ്റ്റ് ഫൈനൽ എത്ര പറഞ്ഞത്? 280. 270 വില അറിയാം. നമുക്ക് 260 ഫൈനൽ കൊടുക്കാം. 270 വില പറയുന്നത്. 260 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കുക. 110 ആണ് വരുന്നത്. മാക്സിമം ഓഫറാണ്. വിറ്റേക്കിലാണ് ഓഫർ. ഏകദേശം എത്ര വണ്ടി ഉണ്ട് റിയാസ് ഖാൻ? 100 വണ്ടിയൊക്കെ ഉണ്ടാവും ഏകദേശം. 100 വണ്ടിന്റെ മുകളിലുണ്ട്. ഇപ്പൊ എല്ലാവിധ വണ്ടികൾ ഡീസൽ ആ ഒരു സ്വിഫ്റ്റ് നമ്മൾ കാണിച്ചില്ലായിരുന്നു 2018. 18 അത് എത്രക്ക് എനിക്ക് പറഞ്ഞത്? 5.25 ഫൈനൽ കൊടുക്കാം. 5.25. 2018 ഡീസൽ സ്വിഫ്റ്റ് 5.25 തരുന്നത്. ഒരുപാട് വണ്ടികളും ഒരുപാട് മോഡൽസും ഉണ്ട്. ഇപ്പോൾ ബെൻസ് വരുന്നുണ്ട്, ഇനോവ വരുന്നുണ്ട്, ക്രിസ്റ്റ വരുന്നുണ്ട്, ഫോർച്യൂണർ വരുന്നുണ്ട്. ഇപ്പോൾ നോർമൽ വണ്ടി നോക്കുകയാണെങ്കിൽ ഈ സെലേരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ 2018 അല്ലേ പറഞ്ഞത്? 2017 അല്ലേ? 2017 സെലേരിയ ലാസ്റ്റ് ഫൈനൽ എത്ര പറഞ്ഞത്? ഇത് 280. 2,80,000 രൂപയ്ക്ക് 2017 സെലേരിയോ. അപ്പോൾ എന്തായാലും ഒരു ഓഫർ മേള തന്നെയാണ് വരുന്നത്. ഒരു 15 ദിവസത്തെ ഓഫർ അല്ലേ? 15 ദിവസത്തെ മെഗാ മേളാണ് വരുന്നത്. ഈ ജനുവരി ലാസ്റ്റ് വരെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് കോഴിക്കോട് പാലക്കാട് റോഡിൽ പുളിക്കൽ എയർപോർട്ടിന്റെ അടുത്ത് തന്നെ. രാമനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 7 കിലോമീറ്റർ, എയർപോർട്ട് ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കിലോമീറ്റർ. ലാൻഡ്മാർക്ക് ജ്വല്ലറിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ജമാഅത്ത് പള്ളിയാണ്. ആ ഗ്രൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ എല്ലാ വർഷത്തും നടക്കുന്ന ഒരു മേളനാണ്. മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് വിൽക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ വരിക, ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ റിയാസ് ഖാന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുക. എന്തായാലും അടിയിൽ നമ്പർ ഉണ്ടാവും. അതിൽ കാറ്റലോഗും നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു കൊടുക്കൂലേ? അപ്പം എന്തായാലും മിസ്സാക്കണ്ട, മാക്സിമം വന്നോളി. പിന്നെ അതേപോലെ തന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യം, വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. വണ്ടി കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ളത് നമ്മളത്. ആ വണ്ടി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ വരുന്ന കൊണ്ടുവരുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒക്കെ എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് വെക്കുന്നത്. ഇപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ സ്കോഡ ഓഫറിൽ കൊടുക്കും. ഓഫറിൽ കൊടുക്കാം. 2013 സ്കോഡ റാപ്പിഡ് ഡീസലാണ് വരുന്നത്. കിലോമീറ്റർ 1 lakh അബോ ഓടിയുണ്ട്. 235 നമ്മൾ ചോദിക്കണേ. വില നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഓഫറുള്ള ഒരു വണ്ടി ഉണ്ട്. 2012 മോഡൽ ഡസ്റ്റർ. 2012 ഡസ്റ്റർ കോഴിക്കോട്. ഏതാ? 1 ലിറ്ററാ? 1 ലിറ്റർ. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 270 ചോദിക്കണ വില നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എത്ര കൊടുക്കാം? നമുക്ക് 260 കൊടുക്കാം. 2012 അല്ലേ പറഞ്ഞത്? 2012 ഡസ്റ്റർ 260 കൊടുക്കാം. അതേമാതിരി 2015 മോഡൽ ലോഡ്ജി 7 സീറ്റർ. ഇത് ഡീസലാണ്. 3 രൂപ ചോദിക്കണം. 280 ഫൈനലാക്കി 280 ഫൈനലായിട്ട് കൊടുക്കാം. അതെ. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണല്ലോ? നെക്സ്റ്റ് ചോദിക്കുന്നത് 2011 റെഡ് പോളോ വരുന്നുണ്ട് മോനെ. ഇത് ഓഫറിൽ കൊടുക്കും? ഇത് ഓഫറിൽ കൊടുക്കാം. 2.25 ചോദിക്കണം. 220 ഫൈനലാക്കി കൊടുക്കാം. ഏതാ മോഡൽ? 2011 മോഡൽ. 2013 ഡീസൽ ഹൈലൈൻ അല്ലേ? കംഫർട്ട് ലൈൻ ആണ്. 220 കൊടുക്കല്ലേ? 220 കൊടുക്കും. ഓക്കെ. അവിടെ ഒരു പോളോ എടുക്കുന്നുണ്ടല്ലോ. അത് 2012 മോഡൽ ഡീസൽ. 2012 മോഡൽ ഡീസൽ. അതെ. എത്ര കൊടുക്കാം? ഇത് 230 ചോദിക്കണം. നമുക്ക് 2.25 ഇതും കൊടുക്കാം. 2.25 കൊടുക്കാം. 2012 ഡീസൽ തന്നെ 2.25 കൊടുക്കാം. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് കംഫർട്ട് ലൈൻ തന്നെയാണ് വരുന്നത്. ഡീസൽ വണ്ടി തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ താർ നിൽക്കുന്ന 2017 മോഡൽ 4x4 ഹാർഡ് ടോപ്പ് ചെയ്ത വണ്ടി. അത് 71,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 840 വില ചോദിക്കണേ. വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും മാറ്റം വരുത്താം. അതെ. അതേമാതിരി അടുത്തൊരു താറുണ്ട്. ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2014 2014 താറ്. എത്ര കൊടുക്കും? ഇത് 5 ലക്ഷം രൂപ ചോദിക്കുന്നത്. വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. 5 ലക്ഷം രൂപ ചോദിക്കുന്ന താറ് 2014 മോഡൽ. അത് വിലയിൽ എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ അടുത്തുള്ള 3 ക്രെറ്റ ഉണ്ട്. 2015 രണ്ടെണ്ണം ഉണ്ട്. 2017 ഒരു വണ്ടിയുണ്ട്. ഇതാ ഈ 2017 വണ്ടി എന്ന് പറഞ്ഞാൽ 140 ഓടിയുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ. കാര്യങ്ങളൊന്നുമില്ല. 8,10,000 രൂപ ചോദിക്കണേ. വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കും. 8,10 ചോദിക്കുന്നത്. 2017 ഈ 2005 മോഡൽ ഇത് വില വരുന്നത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഡീസലാണ്. 685 വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 680 കറക്റ്റാ. 2015 മോഡൽ അല്ലേ? SX അല്ലേ ഓപ്ഷൻ വരുന്നത്? 6.25 നമുക്ക് ഫൈൽ ചെയ്ത് കൊടുക്കാം. 6.25 ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് ആ ബ്രസ എന്താ ഓഫർ ഉണ്ടോ? ബ്രസ ഉണ്ട്. 2016 മോഡൽ ബ്രസ. 2016 മോഡൽ ബ്രസ. കിലോമീറ്റർ 1 lakh അബോ ഓടിന്. 560 നമ്മൾ വില ചോദിക്കണേ. വിലയിൽ 560
അതെ അതെ 5-6 കൊടുക്കാം നമുക്ക്. 5 കൊടുക്കാം. 2016 ബ്രസ തരാൻ പോകുന്നത് 5.5 ലക്ഷം റുപ്യക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിന്നെ എക്കോസ്പോർട്ട് 2013 ടൈറ്റാനിയം പ്ലസ് 2013 ടൈറ്റാനിയം പ്ലസ് 340 വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2013 അല്ലേ വരുന്നത്? ടൈറ്റാനിയം പ്ലസ് ഡീസൽ ആണ് വരുന്നത്. 340 ആണ് ചോദിക്കുന്നത്, വിലയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇനി നെക്സ്റ്റ് മാക്സിമം ഓഫർ ഇട്ടോ നിങ്ങൾ. സെലേരിയോ 2017 മോഡൽ VXI ആണ്. 2017 മോഡൽ VXI സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 1 ലാഖ് അബോ ഓടിയുണ്ട്. മാനുവൽ അല്ലേ വരുന്നത്? അതെ, മാനുവൽ ആണ് വരുന്നത്. ഇത് 3 ലാഖാ ചോദിക്കണേ, വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത്. 2017 3 ലക്ഷമാണ് ചോദിക്കുന്നത്, പക്ഷേ പ്രൈസിൽ എന്തായാലും മാറ്റം വരും. 280 കൊടുക്കാം. 280 2017 സെലേരിയോ തരാൻ പോണത്. ഓക്കെ, ഓട്ടോമാറ്റിക് എ സ്റ്റാർ. ഓട്ടോമാറ്റിക് എ സ്റ്റാർ. ഇത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, റീപ്ലേസ് ഒന്നുമില്ല. 265. ഏതാ മോഡൽ വരുന്നത്? 2013 ഓട്ടോമാറ്റിക് 70,000 കിലോമീറ്റർ 265 വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ബലാനോ ഡീസൽ. ഏതാ മോഡൽ വരുന്നത്? ഇത് 17 മോഡൽ. 2017 മോഡൽ. 18 രജിസ്ട്രേഷൻ ഉണ്ട്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡെൽറ്റ അല്ലേ വരുന്നത്? അല്ലല്ല, സീറ്റ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 630 വില വയ്ക്കണേ, വിലയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. 2012 ഡീസൽ 630 ചോദിക്കുന്നത്. അതെ, എന്തായാലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. അതേമാതിരി റിഡ്സ് 2013 റിഡ്സ്. 2013 റിഡ്സ് VDI സെക്കൻഡ് ഓണറാണിത്. 2,95,000. 2013 ഡീസൽ 2,90,000 റുപ്യക്ക്. 90,000 രൂപ ഫൈൽ കൊടുക്കാം. ഫൈൽ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് 2018 മോഡൽ ഷിഫ്റ്റ്. 2018 സ്വിഫ്റ്റ് പെട്രോൾ അല്ലേ? ഡീസലാണ് വരുന്നത്. ഇത് നമുക്ക് 5,35,000 ചോദിക്കണേ. 2 പീസ് റീപ്ലേസ് ഉണ്ട് ഇതിൽ. വിലയിലൊക്കെ നമുക്ക് എന്താ റീപ്ലേസ് ഉള്ളത്? 2 ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 2018 ഡീസലാണ്. ലാസ്റ്റ് 18 മോഡലല്ല. ലാസ്റ്റ് ഫൈനൽ കൊടുക്കും. ഫൈൽ നമുക്ക് 5,400 കൊടുക്കാം. നമുക്ക് 5,25,000 റുപ്യക്ക് 2018 ഡീസൽ കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൽ എക്സ്ക്രോസിൽ ഓഫർ ഉണ്ടോ? എക്സ്ക്രോസ് 2018 മോഡലാണ്. സീറ്റ് ആണ്. ഇത് 7,45 കൊടുക്കണ. ഫൈൽ നമുക്ക് 7,400 ഫൈൽ ചെയ്ത് കൊടുക്കാം. 7,400 ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഇത് ഇനി അതേപോലെ തന്നെ ഈ ബ്രസ ഡുവൽ 2017 ZDI പ്ലസ് 90,000 ഓടിയുണ്ട്. സിംഗിൾ ഓണർ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 90,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. 2017 മോഡലാണ്. അതെ, ഓക്കെ. ഡീസൽ അല്ലേ? ഡീസൽ. എത്ര ചോദിക്കുന്നത്? ഇത് 8,400 രൂപ ചോദിക്കണം. ഒരു 8,20,000 8,20,000 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, വേറെന്താ ഓഫർ ഉള്ളത്? ഹോണ്ട സിറ്റി ഡീസൽ. ഏതാ മോഡൽ വരുന്നത്? 17 മോഡൽ വി ഓപ്ഷൻ. ഡീസൽ ഓർച്ച കേരള വണ്ടി. സെക്കൻഡ് ഓണർ. 7,45,000 രൂപ സെക്കൻഡ് ഓണർ. ഓഫർ ഉണ്ട്. ഓഫറുള്ള വണ്ടിയാണ്. 2012 LX 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2012 LX 80,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? കോഴിക്കോട്. സിംഗിൾ ഓണർ. 245 ഫൈനൽ ആണോ? അതെ അതെ, ഫൈനലാ. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഈ ആൾട്ടോണൂർ 2014 ആൾട്ടോ VXI ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,90 ചോദിക്കുന്നത്. 1,80 കൊടുക്കാം. 1,80 2014 VXI ആട്ടോ വരുന്നത്. ഓക്കെ, കേട്ടൺ 2018 മോഡൽ കേട്ടൺ VXI സിംഗിൾ സെക്കൻഡ് ഓണർ. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3,30 വില ചോദിക്കുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര കൊടുക്കാം? ലാസ്റ്റ് ഫൈനൽ 3,20 ഫൈനൽ കൊടുക്കാം. 3,20 കൊടുക്കാം. 2012 കേട്ടൺ VXI ആട്ടോ വരുന്നത്. ഓക്കെ, നെക്സോൺ 2020 മോഡൽ ഡീസൽ സിംഗിൾ ഓണർ. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,4 ലക്ഷം രൂപ ചോദിക്കണം. ഓട്ടോമാറ്റിക് ഡീസൽ സൺറൂഫുള്ള ടൈപ്പ്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 2020 ആണ് വരുന്നത്. 56,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കൂലേ? മാക്സിമം ഫുൾ എമൗണ്ട് തന്നെ ഓടിച്ചു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 2020 മോഡൽ നെക്സോൺ. 2020 ഡീസലാ പെട്രോളോ? ഇത് ഡീസൽ അല്ല വരുന്നത്? ഡീസലാണ് വരുന്നത്. 2020 മോഡൽ അല്ല, 2022 മോഡൽ. ഇതാണ് ഫുൾ ഓപ്ഷൻ വണ്ടി. 55,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇത് 8,4 ലക്ഷം റുപ്യ ഇതും ചോദിക്കുന്നത്. അപ്പുറത്ത് കാണിച്ച വണ്ടി 8,4 തന്നെ. 20 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 2022 നെക്സോൺ സ്റ്റാർട്ടാ വരിക. മറ്റേത് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഈ ടിയാഗോ ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് ടിയാഗോ. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2019 മോഡൽ XZ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതെ, XZ 1.2. എത്ര പ്രൈസ് വരുന്നത്? 52,000 കിലോമീറ്റർ. 5,35 ആണ് നമ്മൾ ചോദിക്കുന്നത്. വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2019 ഓട്ടോമാറ്റിക് 5,35. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ റെഡ് പോയതാണോ? അല്ല, ഇത് 2016 മോഡൽ GT ഓട്ടോമാറ്റിക്. 5,65. ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ. അതെ അതെ, 2016 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് പെട്രോൾ. 5,65. ഓക്കെ, ഈ ഒരു പോൾ ഏതാ മോഡൽ? ഇത് ബുക്കഡാണോ? ബുക്കഡാണ്. ഓക്കെ, ഈ ഒരു ആമിയോ
ഇത് വെൻഡോ 2015 മോഡൽ വെൻഡോ ഓട്ടോമാറ്റിക് ഡീസൽ 2015 വെൻഡോ ഓട്ടോമാറ്റിക് ഡീസൽ എത്ര ഓട്ടോ ഓടിയിട്ടുണ്ട്? സിംഗിൾ ഓണർ 1.5 കിലോമീറ്റർ ഓടി റീപ്ലേസ് ഒന്നുമില്ല. 499 നമ്മൾ ചോദിക്കണേ 490 ഫൈനൽ 490 ഫൈനൽ ആയിട്ട് കൊടുക്കാം. അതെ. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ഈ ഒരു i20യോ? ഈ i20 2022 മാഗ്ന 50,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ആണ്. 655 നമ്മൾ ചോദിക്കണേ സിംഗിൾ ഓണർ റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. അതേപോലെ തന്നെ എത്തിയോസ് ലീവോ ബൊലോറോ ആയിക്കോട്ടെ. ബൊലോറോ 2013 SLX സിംഗിൾ ഓണർ 130 ഓടിയുണ്ട് 445 2013 അല്ലേ? 2013 445. അതെ. ഓക്കെ. ഈ ഒരു എത്തിയോസ് ലീവേ? എത്തിയോസ് 2018 ആണ്. റീ രജിസ്ട്രേഷൻ ആണ്. 5.25 ലക്ഷം രൂപ നമ്മൾ ചോദിക്കണേ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം പ്രൈസ് 2018 അല്ലേ പറഞ്ഞത്? 18 ഓൺഷിപ്പോ സെക്കൻഡ് ഓൺഷിപ്പ്. കിലോമീറ്റർ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ആ ഒരു ഇയോൺ ഓഫർ ഉണ്ടോ? ഇയോൺ 2012 മോഡലാണ്. അത് 1.25 രൂപ 1,25,000. ഏത് ഓപ്ഷൻ വരുന്നത്? ഇറ പ്ലസ്. എനിക്ക് എന്താ നൈസായിട്ട് കുറയ്ക്കുമോ നിങ്ങൾ? 1.20 ഫൈനൽ 1.20. 2012 ഇയോൺ ഇതാ 1,20,000 രൂപയ്ക്ക് 1.20. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. ഈ ബൊലോറോ നമ്മൾ കൊമേഴ്ഷ്യൽ ഒന്ന് കാണിക്കാം. കൊമേഴ്ഷ്യൽ 2022 ബൊലോറോ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിക്കപ്പ് പുതിയ പേപ്പറാണ്. ഇത് 6 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്ന വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 6 ലക്ഷം രൂപ കിട്ടും. ഓക്കെ. ഈ ഒരു ഈക്വൽ എന്തായാലും മാറ്റം ഇതുണ്ടോ? ഇക്കോ കൊടുത്തതാണ്. ആ ഒരു ആൾട്ടോണറോ? ആൾട്ടോണൂർ കൊടുത്തതാണ് ഉള്ളത്. ഓക്കെ. ഈ ഒരു ആൾട്ടോ 2010 ആൾട്ടോ ഉണ്ട്. 2010 ആണ്. അതെ. പേപ്പറൊക്കെ ഒരു 4 മാസം 5 മാസം വരെ മുന്നോട്ടുണ്ട്. 90,000 റുപ്യാണ് ഈ റെഡ് ചോദിക്കണേ. വിലയിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതോ വൈറ്റോ? ഇത് 99,000 റുപ്യ ചോദിക്കണം. നമുക്കിത് ഒരു ഫൈനൽ 95 ഇതും കൊടുക്കാം. 95 രൂപ കൊടുക്കാം. അതെ. പിന്നെ ഇത് ഷെവർലെറ്റിന്റെ ഏവിയോ 2009 മോഡൽ. പുതിയ പേപ്പർ എടുത്താണോ? പുതിയ പേപ്പർ. ഇൻഷുറൻസ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഇത് കിലോമീറ്റർ ഏകദേശം 78-80 ഉള്ളിൽ ഓടിയുള്ളൂ. 75 രൂപ ഫൈനൽ കൊടുക്കുന്നത്. 75 രൂപ ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോയാലോ? സ്വിഫ്റ്റ് ബെൻസ് ഒക്കെ വരുന്നുണ്ട്. ബെൻസ് ഏതാ മോഡൽ വരുന്നത്? അത് 2013 മോഡലാണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? C220 സിംഗിൾ ഓണർ ആണ്. നമ്മൾ ഇവിടെ NOC എടുത്തിട്ടുണ്ട്. 8 രൂപയൊക്കെ ചോദിച്ചിരുന്നത് 8 രൂപയ്ക്ക് ഫൈനലാക്കി കൊടുക്കാം. 2013 അല്ലേ? വിത്ത് NOC-ലാണോ കൊടുക്കുന്നത്? NOC-ൽ വിത്ത് NOC-ൽ 8 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? ഏതാ ഓപ്ഷൻ വരുന്നത്? C ക്ലാസ് C220 അല്ലേ? അതേപോലെ തന്നെ ഇനോവ വരുന്നുണ്ട്. ക്രിസ്റ്റ നമ്മൾ വരുന്നത് 2017 മോഡൽ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. കിലോമീറ്റർ 180 ഓടിയുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 18.25 ലക്ഷം രൂപ ചോദിക്കണം. നമുക്കൊരു 18 ഫൈൽ കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇനോവ ഏതാ മോഡൽ വരുന്നത്? 15 G4 2015 G4. അതെ. ഇത് നമ്പറിൽ 8 രൂപ കൊടുക്കാം. 8 ലക്ഷം രൂപയ്ക്ക് 2015 G4 നമ്പറിൽ 8 ലക്ഷം രൂപ കൊടുക്കാം. അതെ. ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു ഇനോവ 2013 മോഡല് 160 ഓടിയുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ്. റീ രജിസ്ട്രേഷൻ ആണ്. 6.35 നമ്മൾ ചോദിക്കുന്നത്. ഫൈനൽ 6.25 ഇത് കൊടുക്കാം. 6.25 ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു ഇന്നോവ 2012 വീലോഡ് ഇന്നോവയാണ്. 6.45 റീ രജിസ്ട്രേഷൻ ആട്ടോ. 6.45 G4 ആണല്ലേ? ഇത് വി ആണ് വരുന്നത് ഓപ്ഷൻ. 2012 മോഡൽ. ആ ഫോർച്യൂണർ ഏതാ? ഇത് 13 നമ്പറായ 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? അതെ. 1.88 ഓടിയുണ്ട്. 3 ഓണർഷിപ്പ് ആണ്. മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് NOC-ലാണോ നമ്പർ ആക്കിയത്? 13 രൂപ ചോദിക്കണം. വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് 2016 മോഡലാണിത്. T8 ആണ്. ഡീസലാണ്. 460 നമ്മൾ വില വയ്ക്കുന്നത്. സെക്കൻഡ് ഓണർ ആണ്. 1.25 ഓടിയുണ്ട്. 460. ഓക്കെ. ഇതേതാ മോഡൽ വരുന്നത്? XUV 12 W8 ആണ്. 2012 മോഡൽ. ഇത് നമുക്ക് ഫൈനൽ 4.25 കൊടുക്കാം. 4.25 കൊടുക്കാം. എത്ര ഓണർഷിപ്പ് വരുന്നത്? ഇത് തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 160 ഓടി. 160. ഇനി വേറെ എന്തെങ്കിലും കാണിക്കാനുണ്ടോ? വേറെ ഒരു ഡിസയർ ഉണ്ട്. ഡിസയർ എവിടെ? 2012 മോഡൽ ഡിസയർ. മൂപ്പർ അതിന്റെ മോഡൽ കേറിക്കണ്ടല്ലോ. 2012 മോഡൽ ഡിസയർ. ഫസ്റ്റ് ഓണറാണ്. 1.36 ഓടി. ഇത് 3.25 ലക്ഷം രൂപ ഡീസൽ കേട്ടോ. ഡീസൽ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഡിസയർ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. അതേപോലെ തന്നെ അതിന്റെ ഇടയിൽ കൂടി ഒരു ഓട്ടോ കാണുന്നു. ഓട്ടോ CNG ആണ്. 2022 ആണ്. 2022 CNG. അതെ. 1.60 ഒക്കെ ചോദിക്കണം. നമുക്ക് ഫൈനൽ 1.45 കൊടുക്കാം. 2012 CNG അല്ലേ? 2022 CNG അല്ലേ? അതെ. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കും? 1.45 നമുക്ക് ഫൈനൽ. 1.45 ഫൈനലായിട്ട് കൊടുക്കാം. ഓട്ടോ നോക്കുന്ന ആൾക്കാണെങ്കിൽ CNG വണ്ടി ആണെങ്കിൽ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? വടകര പെർമിറ്റ് ഉണ്ടോ അല്ലേ? വടകര പെർമിറ്റ് ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ. അല്ലേ പറഞ്ഞ ഈ ഒരു ഫോർച്യൂണർ ഓഫറിലായിരുന്നു. 13 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് 1.30 ഓടിയുണ്ട്. നല്ല ഇന്ത്യയിലെ കാര്യങ്ങൾ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. അതെ. 4 ടയർ ഫ്രഷ് ആണ്. ടയർ കാര്യങ്ങളൊക്കെ നോക്കാൻ നോർമൽ അല്ല. അത്യാവശ്യം നല്ല ഫുൾ ടയർ തന്നെ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത് ഒരു ഓഫർ രൂപ ചോദിക്കണം. നമുക്ക് 12.40 ഫൈൽ കൊടുക്കും. എത്ര ലോൺ കയറും?
ഏകദേശം 10ന്റെ മേലെ നമുക്ക് നോക്കാം കസ്റ്റമർ പ്രൊഫൈലൊക്കെ അനുസരിച്ച്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഒരു ബലോന വന്നിട്ടുണ്ട്. ബലോന ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ ഡെൽറ്റ ആണ്. 2017 ഓണർഷിപ്പ് ആണ്. 90,000 കിലോമീറ്റർ ഓടിന്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ഒരു ബലോനോ. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം? 5.35 ആണ്. 5.30 5.30 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഏകദേശം ലോൺ കയറും. ഈ ഒരു ഇനോവ ഏതാ മോഡൽ? 2012 മോഡൽ G4. 2012 G4. സെക്കൻഡ് ഓണർ രജിസ്ട്രേഷൻ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 645 G4 നമ്പറായ വണ്ടി അല്ലേ? നമ്പറായ വണ്ടി. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നമ്മൾ ആ 2 സാൻഡ്രോ വരുന്നുണ്ട്. ഡിസൈറോ അതിന് മുന്നേ ഡിസൈർ ഓട്ടോമാറ്റിക് ഡിസൈർ 14 VXI 2014 VXI. അതെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4.20 വില ചോദിക്കുന്നത്. 4.20. എത്ര ലോൺ കയറും ഇത്? ലോൺ നമുക്ക് ഏകദേശം ഒരു 3.5-3.25 ചെയ്ത് കൊടുക്കാം. ഓക്കെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ 2 സാൻഡ്രോ വരുന്നുണ്ട്. 2 സാൻഡ്രോ ഉണ്ട്. 2005 സാൻഡ്രോ ഉണ്ട്. 2010 സാൻഡ്രോ. 2005 പേപ്പർ ഉള്ളതല്ലേ? പേപ്പർ എടുത്ത വണ്ടിയാണ്. 79,000. 2010 പേപ്പർ എടുത്താണോ? 10 പേപ്പർ ആയിട്ടുണ്ട്. ഇത് 1.20. 2010 പേപ്പർ ആയത് 1.20. 1.20. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? സ്വിഫ്റ്റുകളുണ്ട്. സ്വിഫ്റ്റ് നമ്മൾ പെട്രോൾ ഒന്നും കാണിച്ചില്ലല്ലോ. പെട്രോൾ ഉണ്ട്. ഇതേതാ മോഡല്? സ്വിഫ്റ്റ് VXI 2019. 2019 സെക്കൻഡ് ഓണർ 52,000 കിലോമീറ്റർ ഓടി. 5.55 VXI കേട്ടോ. 5,85,000. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു സ്വിഫ്റ്റോ? ഈ സ്വിഫ്റ്റ് 2018 മോഡല്. ഇതും പെട്രോൾ ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇത് 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5.70. പിന്നെ ഒരു 20 സ്വിഫ്റ്റും കൂടി ഉണ്ട്. 2020 സ്വിഫ്റ്റ് അല്ലേ? അതും VXI ആണ്. 67,000 കിലോമീറ്റർ ഓടിയുണ്ട്. അത് 6 റുപ്യാണ് ചോദിച്ചിരുന്നത്. ഇനി 5.55 5.80 ഫൈനൽ കൊടുക്കാം. 5.80 ഫൈനൽ ആയിട്ട് കൊടുക്കാം. അതെ അതെ. 2000 ഏതാ മോഡൽ പറഞ്ഞാൽ 20 അല്ലേ? 2020 5.80 കൊടുക്കാം. ഓക്കെ. പിന്നെ 47,000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് VDI 19 VDI 2019 സെക്കൻഡ് ഓണർ 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 6.45 ആണ് ചോദിക്കുന്നത്. എന്തെങ്കിലും വിലയിലൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ വാഗണർ നമ്മൾ ഒറ്റ നാട്ടാ കാണിച്ചത്. ഇത് 2017 മോഡൽ ഓട്ടോമാറ്റിക് വാഗണറാണ്. ഇത് 4.25 റുപ്യ ചോദിക്കണേ. 60,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് കേട്ടോ. 40,000 കിലോമീറ്റർ 60,000 കിലോമീറ്റർ. എത്ര റേറ്റ് പറഞ്ഞത്? 4.20 അല്ലേ? 4.4 4.20 ഫൈനൽ കൊടുക്കാം. 4.20 ഫൈനൽ ആയിട്ട്. പിന്നെ അമേസ് ഉണ്ട് നമ്മുടെ അടുത്ത്. അമേസ് ഏതാ മോഡല്? 2013 മോഡലാണ്. അത് 3.80 ഡീസൽ എസ് വേരിയന്റ്. എസ് വേരിയന്റ് 2013 മോഡല് 3.80. ഇതേതാ മോഡല്? അത് 13 VX ആണ്. 3.90 വില വയ്ക്കണേ. സെക്കൻഡ് ഓണർ ഡീസലാണ് വരുന്നത്. ഓക്കെ. നമ്മൾ ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കാണിച്ചില്ലേ? അതെ അതെ. ഏകദേശം നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മേള എത്ര ദിവസം ഉണ്ട്? ഇനി ഏകദേശം ഒരു 15 ദിവസം കൂടിയൊക്കെ ഉണ്ടാവും. 15 ദിവസം കൂടി ഉണ്ടാവും. അപ്പൊ എന്തായാലും ജനുവരി ലാസ്റ്റ് വരെ എന്തായാലും ഉണ്ടാവും. അതെ ഉണ്ടാവും. ജനുവരി ലാസ്റ്റ് വരെ ഉണ്ടാവും. അപ്പൊ എന്തായാലും മാക്സിമം ഒരു ഓഫർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വന്നോ നിങ്ങൾ കോഴിക്കോട്. നമ്മളെ കറക്റ്റ് സ്പോട്ട് ആയിട്ട് പറഞ്ഞത് കോഴിക്കോട് പാലക്കാട് റോഡിൽ പുളിക്കൽ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെ പുളിക്കൽ ലാൻഡ്മാർക്ക് എന്താണ്? ലാൻഡ്മാർക്ക് ജ്വല്ലറിന്റെ നേരെ ഓപ്പോസിറ്റ്. ലാൻഡ്മാർക്ക് ജ്വല്ലറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ എന്തായാലും അടിയിൽ റിയാസ് ഖാന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോട് മിസ്സാക്കാൻ നിൽക്കണ്ട.